ജന്മി അവരുടെ കുടിയാന്മാരോട് പെരുമാറുന്ന വിധത്തിൽ പഴയ ഫ്യൂഡൽ കാലത്ത് എങ്ങനെയാണോ തമ്പുരാക്കന്മാർ അവരുടെ അടിയാക്കന്മാരോട് പെരുമാറാൻ പോകുന്നത് അതേ മട്ടിൽ സംസ്ഥാനങ്ങളോട് കേന്ദ്രം പെരുമാറുന്നു എന്നൊരു ലാർജർ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ അവിടെ ഇല്ലേ? അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി ഒരു നിലപാട് പറയുന്നു. സംസ്ഥാനത്തെ പിണറായി ബ്യൂറോയിൽപ്പെടുന്ന ശിവൻകുട്ടി മന്ത്രി വേറൊരു നിലപാട് പറയുന്നു. കോൺഗ്രസിന് ഇക്കാര്യത്തിൽ കേരളത്തിലെ ഇടതുമുന്നണി സർക്കാരിനോട് നിങ്ങൾ PM ശ്രീ നടപ്പാക്കരുത് എന്ന് പറയാനുള്ള ധാർമ്മിക അവകാശമുണ്ടോ? കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും PM ശ്രീ പദ്ധതി നടപ്പാക്കുന്ന സംസ്ഥാനങ്ങളാണ്. കർണാടകയിലും ഹിമാചൽ പ്രദേശിലും തെലങ്കാനയിലും PM ശ്രീ പദ്ധതി അനുസരിച്ചുള്ള സഹായധനം കിട്ടുന്നുണ്ട്. ഈ SSIയുടെ അടക്കം ഗ്രാന്റ് തടഞ്ഞു വെച്ചിരിക്കുന്നത് കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങൾക്കാണ്. കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തിനുമില്ല. ശ്രീ അഭിലാഷ്, ഇതില് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കേണ്ട എന്ന് കോൺഗ്രസ് അല്ലല്ലോ പറയുന്നത്. CPMന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയെ പോലുള്ള ആളുകളല്ലേ. പീപ്പിൾസ് ഡെമോക്രസിയിൽ വന്നിരിക്കുന്ന ലേഖനം എന്താണ്? ഈ PM ശ്രീ പദ്ധതി സംഘപരിവാർ നയം നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണെന്നാണ്. ദേശാഭിമാനിയുടെ മുൻ ലേഖനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഇന്നിപ്പോൾ CPMന്റെ പ്രതിനിധികൾ വരാത്തത് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ വിളിക്കാത്തത് കൊണ്ടല്ല, അവർ വരാതിരിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തുകൊണ്ടാണ് CPMന്റെ പാർട്ടിയുടെ ഒഫീഷ്യൽ പ്രതിനിധികൾ വന്ന് ഈ ചർച്ചയ്ക്ക് പങ്കെടുക്കാത്തത്? ഇതിനു മുമ്പ് പല ചർച്ചകളിൽ അവർ പറഞ്ഞിട്ടുണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെ സംഘപരിവാർ നയവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിദ്യാഭ്യാസ പരിഷ്കരണങ്ങളെ അംഗീകരിക്കാതെ മുട്ടുമടക്കാതെ വേണ്ടെന്ന് വെച്ച 1400 കോടിയെക്കുറിച്ചിട്ടൊക്കെ വലിയ വായിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. ഇപ്പോൾ അവർ പറയുന്നു പണം കിട്ടുമെങ്കിൽ നമ്മളത് വാങ്ങാം എന്ന്. പണത്തിന്റെ മുമ്പിൽ ഇവരുടെ നിലപാട് മാറ്റിയോ? അതാണ് നമ്മുടെ ചോദ്യം. ഇപ്പോൾ പല സർക്കാർ, ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച പോലെ കർണാടക ഉൾപ്പെടെയുള്ള സർക്കാരുകൾ മുൻപേ ആ പ്രോജക്റ്റ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് തുടർന്ന് പോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് മുമ്പേ അദ്ദേഹം സംസാരിച്ചതുപോലെ തന്നെ പല പ്രോജക്റ്റുകളും സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിൽ ധാരണയായ പല പ്രോജക്റ്റുകളും മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ അതിൽ നിന്ന് പിൻവാങ്ങുക എന്നുള്ളത് ചില സാങ്കേതികമായിട്ടുള്ള ചില തടസ്സങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പോലും കർണാടക സർക്കാരിൻ്റെയോ തെലങ്കാന സർക്കാരിൻ്റെയോ സംഘപരിവാർ വിരുദ്ധ നയങ്ങളെ സംശയിക്കേണ്ട സാഹചര്യം ഇന്ന് കേരളത്തിൽ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇനി അതൊക്കെ അവിടെ നിൽക്കുമ്പോൾ നമ്മൾ എപ്പോഴും അഭിമാനിക്കുന്നത് അഭിലാഷെ, CPMും കോൺഗ്രസും എല്ലാവരും LDFും UDF ഒക്കെ അഭിമാനിക്കുന്നത് എന്താ? ഈ രാജ്യത്തിന് മാതൃകയാകുന്ന രീതിയിൽ സംഘപരിവാർ വൽക്കരണത്തിനെതിരെ ഒറ്റപ്പെട്ട് ഒന്നിച്ച് നിന്ന് പോരാടുന്ന സംസ്ഥാനം എന്നുള്ള രീതിയിലല്ലേ? ആ സംസ്ഥാനം എന്നുള്ള ഖ്യാതിയിൽ നിന്ന് എപ്പോഴാണ് CPMന്റെ നിലപാട് മാറിയത്? പോളിറ്റ് ബ്യൂറോയുടെ CPMന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി ഒരു നിലപാട് പറയുന്നു. സംസ്ഥാനത്തെ പിണറായി ബ്യൂറോയിൽപ്പെടുന്ന ശിവൻകുട്ടി മന്ത്രി വേറൊരു നിലപാട് പറയുന്നു. ദേശാഭിമാനി പത്രത്തിൽ ഒരു നിലപാട് വരുന്നു, പീപ്പിൾസ് ഡെമോക്രസിയിൽ വേറൊരു നിലപാട് വരുന്നു. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? 2024 മാർച്ചിൽ തന്നെ ഇവർ ഈ നയപരിപാടികൾ അക്സെപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് ഇന്നിപ്പോൾ വിവരങ്ങൾ മാതൃഭൂമിയിൽ അടക്കമുള്ള ദൃശ്യമാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു ചോദ്യമുണ്ട്. കഴിഞ്ഞ 1.5 വർഷമായിട്ട് കേരളത്തിലെ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കേന്ദ്ര സർക്കാരിന്റെ ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിക്കെതിരെ വലിയ വായിൽ പ്രസംഗിച്ച CPM നേതാക്കന്മാരുടെ ഇരട്ടത്താപ്പ് എന്നല്ല അതിനെ പറയാ, എന്നാണ് പറയാ. വർഷക്കാലമായി ഇങ്ങനെ നടപ്പാക്കുന്നോ നടപ്പാക്കാതിരിക്കുന്നോ എന്ന നിശിതമായി ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം. അതോടൊപ്പം തന്നെ ഒരു വലിയ അനീതി അവിടെ നടക്കുന്നില്ലേ ശ്രീ ജിൻഡോ ജോൺ? ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് കേരളം ഈ PM ശ്രീ പദ്ധതി ഇല്ലാത്തത് കൊണ്ട് PM ശ്രീ പദ്ധതിക്ക് കിട്ടേണ്ട പണം കിട്ടാതിരിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് SSIയുടെ മുഴുവൻ ഫണ്ടും തടഞ്ഞു വെച്ചിരിക്കുകയാണ്. നോക്കണം, ഇത് നമ്മളൊരു ഫെഡറൽ സംവിധാനമാണ്. ഞാനും ജിൻഡോ ജോണും അടക്കമുള്ള സകല പൗരന്മാരും ടാക്സ് കൊടുക്കുന്നവരാണ്. പ്രത്യക്ഷമായും പരോക്ഷമായും കേരളീയരുടെ നികുതി പണം വാങ്ങുന്ന കേന്ദ്ര സർക്കാർ ന്യായമായി കേരളത്തിന് തരേണ്ട വിദ്യാഭ്യാസ വിഹിതം തരുന്നില്ല എന്നുള്ളതൊരു വലിയ പ്രശ്നമായി തോന്നാത്തത് എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും അതൊരു വലിയ പ്രശ്നം തന്നെയാണ് അഭിലാഷേ. ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് KV തോമസിനെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയായിട്ട് ക്യാബിനറ്റ് റാങ്കിൽ ഡൽഹിയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. സർക്കാർ ശമ്പളം കൊടുത്ത് കേന്ദ്ര സർക്കാരുമായിട്ട് സംസാരിച്ച് അത് പരിഹരിച്ച് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. മാത്രമല്ലല്ലോ, ഇവർക്കെതിരെ പോരാടുന്നതെന്ന് പറയുന്നത് അത് ഫെഡറലിസത്തിന്റെ വിഷയമാണ്. മമതാ ബാനർജിക്ക് KV തോമസ് ഇല്ലല്ലോ, MK സ്റ്റാലിന് KV തോമസ് ഇല്ലല്ലോ. പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ച് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെയും PMAY പദ്ധതിയുടെയും അടക്കം വിഹിതം തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു സംസ്ഥാനം ജന്മി അവരുടെ കുടിയാന്മാരോട് പെരുമാറുന്ന വിധത്തിൽ പഴയ ഫ്യൂഡൽ കാലത്ത് എങ്ങനെയാണോ തമ്പുരാക്കന്മാർ അവരുടെ അടിയാക്കന്മാരോട് പെരുമാറാൻ പോകുന്നത് അതേ മട്ടിൽ സംസ്ഥാനങ്ങളോട് കേന്ദ്രം പെരുമാറുന്നു എന്നൊരു ലാർജർ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ അവിടെ ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട് അഭിലാഷ്. മമതാ ബാനർജിക്ക് KV തോമസ് ഇല്ല, സ്റ്റാലിന് KV തോമസ് ഇല്ല. പക്ഷെ അവർക്കൊക്കെ ആർജവമുണ്ട്. അവർ ഈ പദ്ധതിയുടെ മുമ്പിൽ മുട്ടുമടക്കാതെ തന്നെ പോരാടാനുള്ള ആർജവം അവർക്കുണ്ട്. ഈ സംസ്ഥാന സർക്കാരിന്റെ പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തിന് ആഘോഷ മഹാമഹം നടത്താൻ വേണ്ടിയിട്ട് 14 ജില്ലകളിലുമായിട്ട് ചെലവഴിച്ചത് 200 കോടി രൂപയാണെന്നുള്ള വാർത്തകൾ മാധ്യമങ്ങളിലൂടെ വന്നു. 15 കോടി രൂപയ്ക്ക് മുഖ്യമന്ത്രിയുടെ ഫ്ലെക്സ് ദേശീയപാതയോരത്ത് അടിച്ചു വെച്ചു. അങ്ങനെ കോടിക്കണക്കിന് രൂപ ദൂർത്ത് നടത്തുമ്പോൾ 1400 കോടി രൂപ കേന്ദ്ര സർക്കാർ പിടിച്ചു വച്ചിരിക്കുന്നത് അന്യായമാണ് എന്ന് ഉറച്ചു പറഞ്ഞുകൊണ്ട് തന്നെ പറയട്ടെ,
ചെയ്തുകൊണ്ട് ആ 1400 കോടി രൂപയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ നരേന്ദ്രമോദിയുടെ പടം വെച്ച് PM ശ്രീ നടപ്പാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് അത് എന്ത് തരം പൊളിറ്റിക്സാ? പണത്തിന്റെ മുമ്പിൽ നിലപാട് മാറിയോ CPM-ന്റെ? അതാണ് നമുക്കറിയേണ്ടത്. ഇവിടെ ഹസ്കർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പൊ കേന്ദ്ര സർക്കാർ പറയുന്ന PM ശ്രീയിൽ പറയുന്ന പ്രോജക്റ്റുകൾ പ്രകാരമുള്ള എല്ലാ പാരാമീറ്റേഴ്സും നമ്മൾ ഇപ്പോഴേ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു എന്ന്. പിന്നെ നമ്മൾ അച്ചീവ് ചെയ്യാനുള്ള പാരാമീറ്റർ എന്താ? കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ നയമാണോ? അത് മാത്രം അച്ചീവ് ചെയ്യാൻ ബാക്കിയുള്ളപ്പോഴാണോ ഈ പദ്ധതികൾ നമ്മൾ എടുക്കുന്നത്? കേന്ദ്ര സർക്കാർ ഈ നയം കൊണ്ടുവരുമ്പോൾ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കമ്പാരിറ്റീവ്ലി കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഇതെല്ലാം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. നമ്മൾ എല്ലാ സ്ഥലത്തും ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്ത് അമേരിക്കയെ പോലും പിന്തള്ളി 1ാം സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ 1400 കോടി രൂപ കേന്ദ്ര സർക്കാർ അകാരണമായി പിടിച്ചു വെച്ചതിനെ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ നയപരിപാടികൾ വിട്ടുവീഴ്ച ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇത് ഇടത് ബദലല്ല, ഇത് നരേന്ദ്രമോദിയുടെ ഓരം പറ്റി നിൽക്കുന്ന ബദലാണ്.